അറസ്റ്റ് ചെയ്ത് നീക്കിയോ? കസ്റ്റഡി എടുത്ത് മാറ്റുകയാണ്. SFIയുടെ ജില്ലാ പ്രസിഡന്റെയും മറ്റൊരു പ്രവർത്തകനെ ഇവിടെ നിന്ന് കസ്റ്റഡി എടുത്ത് മാറ്റുകയാണ്. പോലീസ് ഇവിടെ നിന്ന് അദ്ദേഹത്തെ ഇവിടെ നിന്ന് കസ്റ്റഡി എടുത്ത് പോലീസ് വാനിലേക്ക് കയറ്റിയിരിക്കുന്നു. എന്താ അറസ്റ്റ് ചെയ്ത് എന്താണ് സംഭവിച്ചത്? സംഭാവന കൊടുക്കാൻ പറ്റിയില്ലോ? ഗവർണർ രാജ്ഭവനിൽ നിന്ന് ഇറങ്ങിയില്ലല്ലോ, ഇങ്ങോട്ട് വരട്ടെ. ഗവർണർ രാജ്ഭവനിൽ നിന്ന് ഇറങ്ങിയില്ലല്ലോ, ഇങ്ങോട്ട് വരട്ടെ. SFI ജില്ലാ പ്രസിഡന്റിനെ ഇവിടെ നിന്ന് കസ്റ്റഡി എടുത്ത് മാറ്റി. രാജ്ഭവനിൽ നിന്ന് ഗവർണർ ഇറങ്ങിയല്ലോ, ഇവിടേക്ക് വരട്ടെ എന്നാണ് പറഞ്ഞപ്പോൾ ഗവർണർ അവരുടെ എങ്ങനെയാണ് അത് SFI ജില്ലാ പ്രസിഡന്റ് വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ ഉള്ള സൂചന? ഇനിയും മറ്റു പ്രവർത്തകർ മറ്റു ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും ഈ കരിങ്കൊടി കാണിക്കാനോ അല്ലെങ്കിൽ ഈ സംഭാരം അദ്ദേഹത്തിന് ഉയർത്തി കാണിക്കാനോ കൊടുക്കാനോ ഒക്കെ ഉള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി നിൽപ്പുണ്ട് എന്ന് തന്നെയാണോ കരുതേണ്ടത്? കിരൺ, കൂടുതൽ പ്രവർത്തകർ ഇവിടെ ദൃശ്യങ്ങൾ വ്യക്തമാണ്. കൂടുതൽ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡി എടുത്ത് മാറ്റുന്നു. ബലപ്രയോഗത്തിനിടെ കൂടുതൽ പ്രവർത്തകരെ കസ്റ്റഡി എടുത്ത് മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതെന്ന് കരുതുന്നു. കൂടുതൽ പ്രവർത്തകർ മറ്റു സ്ഥലങ്ങളിലും സംഘടിച്ച് എത്തിയിട്ടുണ്ട്. അവരെ ഇപ്പോൾ കസ്റ്റഡി എടുത്ത് നീക്കുകയാണ് പോലീസ്. ബലപ്രയോഗത്തിനാണ് പ്രവർത്തകരെ മാറ്റുന്നത്. പോലീസും പ്രവർത്തകരും വലിയ ബലപ്രയോഗം നടക്കുന്നു. ഉന്തും തള്ളുമുണ്ടാകുന്നു. പ്രവർത്തകരെ മുഴുവൻ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമത്തിലാണ് പോലീസ്. SFIയുടെ നേതാക്കളെ ഇവിടെ നിന്ന് കസ്റ്റഡി എടുത്ത് മാറ്റുകയാണ് പോലീസ് ഇപ്പോൾ. സംഭാരമാണോ എന്താണെന്നറിയില്ല, എന്തോ ഉയർത്തി കാണിക്കുന്നുണ്ട്. ആ വണ്ടി കയറ്റി കിരൺ, SFIയുടെ നേതൃത്വ SFI പ്രവർത്തകർ ഗവർണറുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി കൊടിവീശി കാണിക്കുകയായിരുന്നു. SFIയുടെ പതാക വീശിയാണ് പ്രതിഷേധിച്ചത്. ആ പ്രവർത്തകർ ഇപ്പോൾ പോലീസ് കസ്റ്റഡി എടുത്ത് മാറ്റുകയാണ്. പേരെന്താ? ജില്ലാ ഭാരവാഹിയാണോ? അല്ലല്ല, SFI ഏരിയ പ്രസിഡന്റ്. SFI ഏരിയ മഞ്ചൂർ ഏരിയ പ്രസിഡന്റ്. SFI മഞ്ചൂർ ഏരിയ പ്രസിഡന്റ് രേവന്താണ് പ്രതിഷേധിച്ചത്. രേവന്തിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡി എടുത്ത ജീപ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ പ്രതിഷേധം തുടരുമോ രേവന്തേ? പ്രതിഷേധം തുടരും. അല്ല, ഈ CRPF ഒക്കെ വന്നാലും തുടരും. ആരും ഒന്നും തുടരും. ഒരാളല്ലേ ഉള്ളൂ. അരുൺ, നേരത്തെ ഗവർണറുടെ പോയ വാഹന വ്യൂഹത്തിന് നേരെ തന്നെയാണ് നേരത്തെ കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തെങ്കിലും ബാക്കി പ്രവർത്തകർ കൊടിവീശി പ്രതിഷേധിച്ചതല്ലേ? അതുതന്നെയാണ് ഗവർണറുടെ വാഹനവ്യൂഹം വരുന്ന സമയത്ത് കൃത്യസമയത്ത് തന്നെ ഒരു പ്രവർത്തകൻ ഡിവൈഎഫ്ഐയുടെ മഞ്ചൂർ ഏരിയ പ്രസിഡന്റ് രേവന്ത് പോലീസിനെ കബളിപ്പിച്ച പോലീസിനെ വെട്ടിച്ച് ഡിവൈഎഫ്ഐയുടെ കൊടിയുമായി ഗവർണറുടെ വാഹനവ്യൂഹത്തിന് മുന്നിലേക്ക് ഓടുകയായിരുന്നു. കൊടി വീശി ഗവർണറുടെ വാഹനവ്യൂഹത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. പിന്നീട് പോലീസ് പിന്നിൽ ഓടിയെത്തിയാണ് രേവന്തിനെ കസ്റ്റഡി എടുത്തത്. രേവന്ത് ഇപ്പോൾ ഈ പോലീസ് ജീപ്പിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ശക്തമായ പ്രതിഷേധം തുടരും. CRPF അല്ല, കേന്ദ്രസേന ഏത് വന്നാലും പ്രതിഷേധം തുടരുമെന്ന മുന്നറിയിപ്പാണ് SFI നൽകുന്നത്. ഇന്ന് ആദ്യം രണ്ട് പ്രവർത്തകർ SFIയുടെ
ജില്ലാ പ്രസിഡന്റ് നന്ദകുമാറും അതുപോലെ തന്നെ മറ്റു പ്രവർത്തകരും മോരുമായി എത്തി ഗവർണർക്ക് സംഭാരം നൽകും, ക്ഷീണിച്ചു വരുന്ന ഗവർണർക്ക് സംഭാരം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. അവരെ പോലീസ് കസ്റ്റഡിയെടുത്ത് മാറ്റിയ പിന്നാലെയാണ് ഒരു ഗവർണറുടെ വാഹനവ്യൂഹം ഇതിലേക്ക് ഇതുവഴി കടന്നു വന്നത്. തൊട്ടടുത്ത് തന്നെ മറ്റു ചില പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയെടുത്ത് മാറ്റി. പക്ഷേ അതിനിടയിലാണ് രേവന്ത് ഒറ്റയ്ക്ക് ഈ SFIയുടെ സംഘടനയുടെ കൊടിയുമായി ഇവർക്ക് മുന്നിലേക്ക് ഗവർണറുടെ വാഹനവ്യൂഹത്തിന് മുന്നിലേക്ക് ഓടി മാറിയത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, എങ്ങനെയായിരുന്നു ഈ പോലീസിന്റെ കനത്ത കാവലിനിടയിൽ SFIയുടെ പ്രവർത്തകർ ഗവർണർക്ക് നേരെ പ്രതിഷേധവുമായി? ഡാൻ, എങ്ങനെയാണ് അകത്ത് ഗവർണർ യോഗം നടക്കുന്ന ഹാളിലേക്ക് ഗവർണർ എത്തിച്ചേർന്ന് കഴിഞ്ഞോ? എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? കിരൺ, അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. തൈക്കാട് ഗസ്റ്റ് ഹൌസിലേക്ക് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയിലൂടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാഹനവ്യൂഹം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് എത്തിച്ചേർന്നത്. അദ്ദേഹം ഈ പരിപാടി നടക്കുന്ന ഹാളിനുള്ളിലേക്ക്, തൈക്കാട് ഗസ്റ്റ് ഹൌസിനുള്ളിലെ ഹാളിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഇവിടെ ഉറപ്പുവരുത്തിയിരിക്കുന്നത്. പ്രതിഷേധക്കാർ പല വഴികളിൽ കാത്തുനിന്നിരുന്നു. അവരെ സാധിക്കുന്ന എല്ലാവരെയും നേരത്തെ തന്നെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ശേഷിക്കുന്നവരാണ് പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഗവർണറുടെ വ്യൂഹത്തിന് മുമ്പിലേക്ക് ചാടി പ്രതിഷേധിക്കാൻ ശ്രമിച്ചത്. അവർക്കിടയിലൂടെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം തൈക്കാട് ഗസ്റ്റ് ഹൌസിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ തൈക്കാട് ഗസ്റ്റ് ഹൌസും അതിന്റെ പരിസരങ്ങളും മുഴുവൻ കനത്ത പോലീസ് കാവലിലാണ്. കൃത്യമായ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് വാഹനങ്ങൾ അടക്കം ഇതുവഴി ഇവിടേക്ക് കടത്തിവിടുന്നത്. നമ്മുടെ ക്യാമറമാൻ ബിബിൻ എടുക്കുന്ന ദൃശ്യങ്ങളിൽ, അതായത് ഈ ഗവർണറുടെ വാഹനവ്യൂഹം ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാരണം ഈ പരിപാടിക്ക് ശേഷം അദ്ദേഹത്തിന് മസ്കറ്റ് ഹോട്ടലിലാണ് അവസാനത്തെ പൊതുപരിപാടി എന്നുള്ളത്. അവിടെ നിന്ന് അദ്ദേഹം എയർപോർട്ടിലേക്ക് പോകാനാണ് സാധ്യത. അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രോഗ്രാം ചാർട്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും വഴിയിൽ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി കനത്ത സുരക്ഷയുമായി പോലീസ് സജ്ജമായിരിക്കുന്നത്. കാരണം ഒരു തവണ കൂടി അദ്ദേഹത്തിന് നേരെ പ്രതിഷേധക്കാർ അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുമ്പിൽ ചാടി പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായാൽ അത് വലിയ തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയായി വ്യാഖ്യാനിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ അദ്ദേഹം ഈ പരിപാടിക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അത്തരത്തിലാണ് ക്രമീകരണങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തുന്ന മുഴുവൻ ആളുകളെയും വലിയ പരിശോധനകൾക്ക് വിധേയമാക്കിയാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. കാരണം വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ പോലീസ് ഒരുക്കിയെങ്കിലും അതിനിടയിൽ കൂടി ഒരു പ്രവർത്തകൻ പ്രതിഷേധമായി കൊടി ഉയർത്തി കാണിക്കുകയുണ്ടായി. ഈ ഹാളിനകത്ത് അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിനുള്ളിൽ പ്രതിഷേധക്കാരില്ല എന്ന് പോലീസുകാർ ഉറപ്പാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇത് ഒഫീഷ്യൽസ് ആണ്. ഈ ഇന്നത്തെ അദ്ദേഹം പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരടക്കം, സർക്കാർ ഉദ്യോഗസ്ഥരടക്കം സെലക്ടഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ മാത്രമാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അവിടെ നേരത്തെ തന്നെ പോലീസ് സാന്നിധ്യമുണ്ട്. അവിടെ കൃത്യമായ പരിശോധനകൾ നടന്നിട്ടുമുണ്ട്. അകത്തേക്ക് കർശനമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് ആളുകളെ കയറ്റിവിടുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അത്തരത്തിൽ അകത്ത് പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയൊന്നും പോലീസ് കാണുന്നുമില്ല. പുറത്താണ് പ്രതിഷേധക്കാർ ഗവർണർക്ക് നേരെ കരിങ്കൊടി വീശാനുള്ള പോലീസ് മുന്നിൽ കണ്ടത്. അത് കൃത്യമായി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് സമാനമായ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം കയറിയ ലിഫ്റ്റ് ഈ കോമ്പൗണ്ട് മുഴുവൻ പോലീസിന്റെ കൃത്യമായ നിരീക്ഷണത്തിലാണ്. അവർ കൃത്യമായ പരിശോധനകൾക്ക് ശേഷമാണ് ഓരോ ആളുകളെയും ഗസ്റ്റ് ഹൌസിനുള്ളിലേക്ക് കടത്തിവിടുന്നത്. ഏതാനും മിനിറ്റുകൾക്കകം അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഈ വലിയ പ്രതിഷേധങ്ങൾ പുറത്ത് നടക്കുന്നതിനിടയിലാണ് ഗവർണറുമായുള്ള വാഹനവ്യൂഹം തൈക്കാട് ഗസ്റ്റ് ഹൌസിനുള്ളിലേക്ക് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് പ്രവേശിച്ചിരിക്കുന്നത്. കിരൺ, ശരി, ഡാനിലേക്ക് തന്നെ മടങ്ങി വരാൻ നമുക്ക് വി അരുണിലേക്ക് കൂടി എത്തേണ്ടതുണ്ട്. അരുൺ, എങ്ങനെയാണ് കോമ്പൗണ്ടിന് പുറത്തുള്ള അവസ്ഥ? ഇപ്പോഴും ഈ മടങ്ങിപ്പോകുന്ന വഴിക്കും ഗവർണർക്ക് നേരെ പ്രതിഷേധം ഉയർത്താനായി പ്രവർത്തകർ സ്വാഭാവികമായും പലയിടങ്ങളിലായി നിൽപ്പുണ്ടാവില്ലേ? കിരൺ, പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. ആ പ്രതിഷേധം ഏത് തരത്തിലുണ്ടാകും എന്ന കാര്യം മാത്രമായിരുന്നു സംശയം. പോലീസിനെ ഒരുപക്ഷെ കബളിപ്പിക്കാൻ വേണ്ടി എന്ന രീതിയിലാകണം ആദ്യം SFIയുടെ ജില്ലാ പ്രസിഡന്റും മറ്റൊരു പ്രവർത്തകരും സംഭാരവുമായി വന്ന് ഗവർണർക്ക് സംഭാരം വിതരണം ചെയ്യുമെന്ന് പറഞ്ഞു. ആ സമയത്ത് കുറച്ച് സമയത്തിന് ശേഷം പോലീസ് അവരെ കസ്റ്റഡിയെടുത്ത്